ഹായ്, വെൽക്കം ബാക്ക് ടു എലൈന ആൻഡ് ജിയോ. ഞാനിവിടെ ഇങ്ങനെ അടിച്ചപ്പോൾ ആ ക്യാമറ കുലുങ്ങണു കണ്ട. അപ്പൊ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് മദേഴ്സ് ഡേ ആയിട്ട് ഹൂ നോസ് മം ബെറ്റർ എന്നുള്ള ഒരു വീഡിയോ ചെയ്യാനാണ്. കുറച്ച് പഴയതാണ് എന്നാലും പ്ലീസ്. അപ്പൊ ശരി, എങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, നിങ്ങളുടെ ആൻസർ പറയുകയാണോ? 2, 3, 2, 1 എന്ന് പറയുമ്പോ ആൻസർ പറഞ്ഞു. അപ്പൊ അവർക്ക് കിട്ടുന്ന മാർക്ക് ഇപ്പുറത്ത് എഴുതാം. ഓക്കെ, തുടങ്ങാം. ഷാൽ വി സ്റ്റാർട്ട്? യാതൊരു കോപ്പറേഷനും ഇല്ലാത്ത കുട്ടികളാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ഏതാണ്? ആലോചിച്ചോ. 3, 2, 1. യെല്ലോ ബ്ലാക്ക്. നീ പറഞ്ഞത് യെല്ലോ ബ്ലാക്ക്. നീയോ? നല്ല ഡാർക്ക് കളറ്, നല്ല ലൈറ്റ് കളറ്. രണ്ടാൾക്കും 0. എനിക്കിഷ്ടമുള്ളതാണ് നമുക്ക് എനിക്കിഷ്ടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. യെല്ലോ നീ എവിടുന്ന്? പക്ഷെ ഞാൻ വിചാരിച്ചു യെല്ലോ ബ്ലാക്ക് ആണെന്ന്. അത് പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കുന്നത് അതൊരു കുഴപ്പമില്ലാത്തൊരു കോമ്പിനേഷൻ ആണ്. ഇല്ല, പക്ഷെ എനിക്കിഷ്ടം, എന്റെ മനസ്സിൽ വിചാരിച്ചത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ 10th പാസ് ഔട്ട് ആയ സ്കൂൾ ഏതാണ്? ഇപ്പൊ പറയരുത്. 3, 2, 1. അറിയില്ല, എന്നെ കുറിച്ച് ഒന്നും അറിയില്ല ഗൈസ്. അപ്പൊ 0. ഞാൻ പാസ് ഔട്ട് ആയതാണ് ബെദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ. വെരി ബാഡ്. അടുത്തത്. ഇപ്പൊ ഞാൻ ശരിക്കും കുറച്ച് തടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഒരു സമയത്ത് നന്നായിട്ട് വെയിറ്റ് ലോസ് ചെയ്ത് ഞാനൊരു വെയിറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ റീച്ച് ചെയ്തിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് ഏതാണ്? പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആ ഫോട്ടോ ഇവിടെ കാണിക്കാം. ഇവിടെ എവിടെയെങ്കിലും ഞാൻ ഞാൻ ഉണ്ടായിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് 3, 2, 1. 56.1. അതും തെറ്റിച്ചു. 57. അത് പറ്റില്ല കേട്ടോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാ ഇവൻ പറയണേ. അല്ല, നീ പറഞ്ഞതും കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. രണ്ടും കേട്ടിട്ടല്ലേ ഞാൻ കറക്റ്റ് ആണെന്ന് പറയുന്നത്. ക്ലോസസ്റ്റ് ഒന്നും നോക്കില്ല, ഒക്കെ എക്സാക്ട് ആൻസർ. അപ്പൊ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞു, 3ലും 0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുണ്ട്. ഇനി അടുത്തത്, എന്റെ പള്ളിയിൽ ഇട്ട പേര്. നമ്മൾ പള്ളിയിൽ പോകുമ്പോ ഓരോ പേരിടൂലോ, അതുപോലെ എന്റെ പള്ളിയിൽ ഇട്ട പേരെന്താ? 3, 2, 1. ചിന്ന. എന്നാ നീ പറ, ആരാണ് ചിന്ന? ചേച്ചി പറഞ്ഞിട്ട് അമ്മച്ചി. യെസ്, അപ്പച്ചന്റെ അമ്മയാണ് ചിന്ന. ഓക്കെ, പക്ഷെ ഇതിന് എനിക്കും തെറ്റുണ്ട്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പാപ്പുവാണ് ആദ്യം ആൻസർ പറയേണ്ടത്. രണ്ടുപേരും പറയണം. ഓക്കെ, അപ്പൊ ശരി, ഇതിന് രണ്ടുപേർക്ക് ആൻസർ ഇത് കൊടുക്കാം. 1, 1. അല്ലെങ്കിൽ ഇവര് മൊത്തം 0 പറഞ്ഞ് എനിക്ക് നാണക്കേടല്ലേ. അടുത്തത്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്. അതില് ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് രണ്ടാളും ഒരുമിച്ച് പറയണം. 3, 2, 1. കറക്റ്റ് ആണ്. അപ്പൊ 1, 1. പിന്നെ എന്റെ സ്വീറ്റ് ക്രേവിങ് ഏതാണ്? അതായത് എനിക്കൊരു സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എന്റെ മനസ്സിൽ വരുന്ന ഒരു ഓപ്ഷൻ 3, 2, 1. ഇതൊക്കെ ഞാൻ കുറച്ച് സിമ്പിൾ ആക്കി. അടുത്തത് നോക്കട്ടെ. ഞാനിവിടെ ഓടിച്ചിട്ടുള്ള എന്റെ ഫസ്റ്റ് കാർ. 3, 2, 1. നീ അതന്നെയാണോ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞില്ലേ? ഫസ്റ്റ് ഞാനും വിചാരിച്ചില്ലേ പറയുന്നത്. എനിക്ക് പോലും അറിയണ്ടായിരുന്നില്ല. പറയും. അമ്മയ്ക്കറിയോ? എനിക്കറിയില്ല. അടുത്തത്, എനിക്ക് ഇനി ഇന്ത്യയിലെ കാണാൻ ഇഷ്ടമുള്ള 2 പ്ലേസസ്. എനിക്കിനി, ഇപ്പൊ നമ്മള് ലാസ്റ്റ് ടൈം ഡൽഹി പോയല്ലോ, അതുപോലെ എനിക്കിനി കാണണമെന്ന് ആഗ്രഹമുള്ള 2 പ്ലേസസ്.
ആലോചിക്കണം. ഇത് എന്താണെങ്കിലും കോപ്പി ചെയ്യുമോന്ന് എനിക്കൊരു സംശയമുണ്ട്. രണ്ടും കിട്ടണോ പോയിന്റിന്? രണ്ട് കിട്ടിയ 2 മാർക്ക് തരാം. ഓരോന്ന് കറക്റ്റ് ആയെങ്കിൽ ഓരോ മാർക്ക് തരാം. ഒരു സ്ഥലമൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോ. ഓക്കെ, 3, 2, 1. ബോംബെ രാജസ്ഥാൻ. രാജസ്ഥാൻ. Wait, എടി, ജയ്പൂർ രാജസ്ഥാനിലാണ്. ഓ, ജയ്പൂർ. ജയ്പൂരോ? ആ, അല്ല, സിറ്റി ആണോ പറയണേ? ഓക്കെ, നിന്റെയും കഴിഞ്ഞു. നീ എന്താ പറഞ്ഞു? ബോംബെ രാജസ്ഥാൻ. നീ പറഞ്ഞത് ജയ്പൂർ രാജസ്ഥാൻ. രാജസ്ഥാൻ ജയ്പൂർ. എടി, ജയ്പൂർ രാജസ്ഥാനിലാണ്. ആ, ജയ്പൂർ രാജസ്ഥാൻ. ഇത് നീ കൊച്ചി കേരള എന്ന് പറഞ്ഞ പോലെ. അറിയുള്ളൂ. ഓക്കെ, അപ്പൊ എനിക്ക് പോവാൻ ആഗ്രഹമുള്ളതാണ് രാജസ്ഥാൻ ആൻഡ് കാശ്മീർ. അപ്പൊ 2 ആൾക്കും ഓരോ മാർക്ക്. എന്നെ കോപ്പി അടിച്ചത് രാജസ്ഥാന്. അല്ല, 2 ആളും ഒരുമിച്ചല്ലേ പറഞ്ഞത്? ജയ്പൂർ ഞാൻ വിചാരിച്ചത് ബിക്കോസ് അല്ല, അത് രാജസ്ഥാനിലെ കുറെ സ്ഥലങ്ങളുണ്ട്. ജയ്പൂർ, ജോധ്പൂർ, ഉദയ്പൂർ, ജയ്സൽമേർ, ഇതൊക്കെ രാജസ്ഥാനിലെയാ. അവിടെയൊക്കെ പോണം. ചില്ലറല്ല. ഇനി അടുത്തത്, എന്റെ ഷൂ സൈസ് എന്താണ്? ഷൂ സൈസ്, അതായത് എന്റെ കംഫർട്ടബിൾ ഷൂ സൈസ്. എനിക്ക് പലതിലും എന്റെ കാല് കൊള്ളും, പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യണ ഷൂ സൈസ്. ആലോചിക്കാൻ സമയം വേണം. 3, 2, 1. 7. തെറ്റി. 6. 8. ഇത് കള്ളത്തരാട്ടോ. ഞാൻ എടുക്കുന്ന ഷൂ സൈസിന്റെ ഒരു സൈസ് താഴെ അമ്മ എടുക്കാറില്ല. ഇന്നലെ ഞാൻ സൈസ് 8 എടുത്തു. അതെ, ഞാന് ഈ ചോദ്യം എഴുതിയിട്ട് അത് നോക്കാൻ വേണ്ടിയാണ് ഞാൻ മുകളിലേക്ക് കയറി പോയത്. അല്ല, ഞാൻ ഇവിടെ കബേർഡിൽ എന്റെ 2 ഷൂ ഞാൻ നോക്കി, അതിൽ 8. മോളിൽ ഞാൻ പോയി, ഇപ്പൊ വന്നില്ലേ മോളിക്ക്, ഞാൻ മോളിൽ പോയി നോക്കി, അതിൽ 8. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിട്ടുണ്ടായിരുന്ന 7.5 ആണെന്നാണ്. പക്ഷെ ഇപ്പൊ നോക്കിയപ്പോഴാണ് അത് 8 ആണെന്ന് മനസ്സിലായത്. സംശയമുള്ളവർക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ 2 പേർക്കും മൊട്ട. എന്താ സാരില്ല, ഇറ്റ്സ് ഓക്കെ. ഇനി സമയമുണ്ടല്ലോ അമ്മയെ കുറിച്ച് പഠിക്കാൻ. ഇനി അടുത്തതാണ് ദിസ് ഓർ ദാറ്റ്. ഫ്ലവേഴ്സ് ഓർ ചോക്ലേറ്റ്. ആലോചിച്ചോ, എനിക്ക് ഫ്ലവേഴ്സ് കിട്ടണാണോ ഇഷ്ടം അതോ ചോക്ലേറ്റ് കിട്ടണാണോ ഇഷ്ടം? 3, 2, 1. ചോക്ലേറ്റ്. മുട്ട. ചോക്ലേറ്റ് എനിക്ക് വാങ്ങിക്കാമല്ലോ. ഫ്ലവേഴ്സ് ആണ് ഞാൻ കുറച്ചും കൂടി വാല്യൂ ചെയ്യാം. പക്ഷെ എന്നാലും ആ കിട്ടുന്ന ഫ്ലവേഴ്സ് എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. Guys, this is full fake. ഓക്കെ, അടുത്തത് ക്രൂയിസ് ഓർ റോഡ് ട്രിപ്പ്. 3, 2, 1. ക്രൂയിസ്. കറക്റ്റ്. വൈദ്യം കൂടി ഞാനല്ലേ ക്വസ്റ്റ്യൻ ഇട്ടത്. വൈ എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടില്ല. അടുത്തത് ടീ ഓർ കോഫി. 3, 2, 1. കോഫി. കറക്റ്റ്. ഇവിടെ ചെറിയൊരു ഡിലേ. ഇനി 3 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഇത് ഏതാണ്ട് എല്ലാവരും കറക്റ്റ് മാർക്കാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മുട്ടിച്ച് പിടിച്ചോ. 3 more questions. അപ്പൊ ഞാൻ പറയാം, ഷോപ്പ് ഇൻ സ്റ്റോർ ഓർ ഷോപ്പ് ഓൺലൈൻ. 3, 2, 1. ഷോപ്പ് ഇൻ സ്റ്റോർ. എന്താ നീ പറഞ്ഞു? in store. കറക്റ്റ്. അടുത്തത് നെറ്റ്ഫ്ലിക്സ് ഓർ യൂട്യൂബ്. 3, 2, 1. യൂട്യൂബ്. അടുത്തത് ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്റെ ആൻസർ ആണ് കേട്ടോ വേണ്ടത്. അതായത് അതൊക്കെ പറയാം. അപ്പൊ അടുത്തത് ഭയങ്കര ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. സാംസങ് ഓർ ഐഫോൺ. അതായത് എനിക്ക് ഇഷ്ടമുള്ള ഫോൺ ഏതാണെന്നാണ് ചോദിക്കണേ. സാംസങ് ഓർ ഐഫോൺ. 3, 2, 1. സാംസങ്. അൺഫോർച്ചുനേറ്റ്ലി അതും കറക്റ്റ് ആണ്. പക്ഷെ നമ്മളിപ്പോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് ഐഫോണിലാണ്. പക്ഷെ എന്നാലും സാംസങ്ങും ഐഫോണും ഇങ്ങനെ വെച്ചാൽ സാംസങ് ആണ് കുറച്ച് ഇങ്ങനെ ഇരിക്കുക അല്ലേ? അപ്പൊ ഇനി നമുക്ക് മാർക്ക് കൗണ്ട് ചെയ്യാം. മാർക്ക് നോക്കിയപ്പോൾ 2 പേർക്കും സെയിം മാർക്ക്, 10 out of 10. നമുക്കിനി ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിർത്തണം അതോ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ച് അവസാനിപ്പിക്കണോ? Tie break. എന്താ വേണ്ട? അപ്പടെ പോന്ന
പറയൂ, എന്താ വേണ്ടേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ച ഒരാളെ വിജയിയാക്കണോ അതോ ഇവർ രണ്ടുപേരും ഈക്വലി മമ്മിനെ അറിയുമെന്ന് പറയണോ? അപ്പൊ ഈ മദേഴ്സ് ഡേയില് ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചപ്പോ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള മാർക്കാണ് കിട്ടിയത്. അപ്പൊ താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് ജോയിനിങ്. താങ്ക്സ്. No last question. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. question പറ. ഇല്ല മതി, അത്ര മതി.